പങ്ക്തി വില്ലേജ് അടുക്കുമ്പോഴത്തേക്കും ഇവർ കണ്ട കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴി കൂടെ പോകുന്ന ആൾക്കാരൊക്കെ ഒരു കമ്പ് തോളെ വെച്ചിട്ട് കമ്പിൻ്റെ രണ്ടറ്റത്തും 100 കണക്കിന് ഈ അമൂർ ഫാൽക്കണയൊക്കെ കെട്ടിയിട്ട് ലൈവായിട്ട് ജീവനുള്ള അമൂർ ഫാൽക്കണെ കെട്ടിയിട്ട് അവർ കമ്പിൽ തൂക്കിക്കൊണ്ട് ഇങ്ങനെ പോകുന്ന കാഴ്ച കണ്ടു. അവിടെ പോകുന്ന എല്ലാ വീടുകളിലും വീടിൻ്റെ വാതിക്കലെല്ലാം ഈ അമൂർ ഫാൽക്കണെ കെട്ടിയിട്ടിരിക്കുന്നു. അപ്പം ചിലയിടത്തൊക്കെ വലിയൊരു ഫിഷിംഗ് നെറ്റ് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ അകത്തൊക്കെ 100 കണക്കിന് അമൂർ ഫാൽക്കണെ ഒരുമിച്ച് പിടിച്ചിട്ടേക്കുന്ന ഒരു ഹൃദയഭേദകമായ കാഴ്ചയാണ് അവർ കണ്ടത്. അതോടൊപ്പം തന്നെ അവിടെ കുറേയേറെ മീൻപിടുത്തക്കാരുണ്ടായിരുന്നു. ഈ മീൻപിടുത്തക്കാരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന മീനെ പിടിക്കുന്ന നെറ്റൊക്കെ അവർ മോഡിഫൈ ചെയ്തിട്ട് ഈ പക്ഷികളെ പിടിക്കാനായിട്ട് തയ്യാറാക്കി വെച്ചു. അപ്പം പക്ഷികൾ പറന്നു വരുന്ന സ്ഥലത്ത് ഇവരിങ്ങനെ നീളത്തിൽ കെട്ടിയിട്ടു. സാധാരണ വൈകുന്നേരങ്ങളിൽ ഈ പക്ഷികൾ വെള്ളത്തിനടുത്തൂടെയൊക്കെ വരാറുണ്ട്, മരത്തിൽ റൂസ്റ്റ് ചെയ്യാനായിട്ട് ഒത്തിരി എണ്ണം ഒരുമിച്ച് ഇരിക്കാൻ വേണ്ടിയിട്ട് കൂട്ടമായിട്ട് വരാറുണ്ട്. അതിൻ്റെ അടുത്തൊക്കെ ഈ നെറ്റ് ഇങ്ങനെ വെച്ചു. അപ്പോൾ ഈ നെറ്റിലൊക്കെ വന്നിട്ട് വൈകിട്ട് വെച്ചിട്ട് രാവിലെ വരുമ്പോഴത്തേക്കിന് 100 കണക്കിന് പക്ഷികളൊക്കെ വന്നിട്ടാണ് ഈ നെറ്റിൽ സ്റ്റക്കായിട്ടിരുന്നത് അവർക്ക് കാണാൻ പറ്റിയത്. അപ്പം പിറ്റേ ദിവസം രാവിലെ ഇവർ ഈ പക്ഷികളെ എടുക്കും, എന്നിട്ട് ഇവർ കൊണ്ട് കുക്ക് ചെയ്ത് ഇവർ കഴിക്കും. അല്ലാത്ത പക്ഷികളൊക്കെ അടുത്തുള്ള ഗ്രാമങ്ങളിലൊക്കെ വിൽക്കുന്നതും ഇവർക്ക് മനസ്സിലായി. ഏകദേശം ഒരു 17 ട്രൂപ്പ് ഇങ്ങനെ ആൾക്കാർ ഈ പക്ഷികളെ പിടിക്കാനായിട്ട് നെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ട്രൂപ്പും ഒരു 10,000-ലധികം പക്ഷികൾ ഒരു ദിവസം പിടിക്കുന്നതായിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഒരു സീസണിൽ ഒക്ടോബർ മാസം മാത്രം 1,25,000 അല്ല 1,50,000 പക്ഷികളെ അവിടെ നിന്ന് പിടിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി.